സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം അത് ദിനംപ്രതി ശക്തമാവുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ നേതാക്കളും സംഘടനകളും ഓരോ ദിവസവും രംഗത്ത് വരുന്നു. അവർ സമരവേദിയിലേക്ക് എത്തുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരവുമായി അങ്കണവാടി വർക്കേഴ്സും പെൻഷനേഴ്സും സർക്കാർ ജീവനക്കാരായി പരിഗണിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരം ചെയ്യാനാണ് അങ്കണവാടി ജീവനക്കാരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ഒരു മാസം പിന്നിടുമ്പോൾ മീറ്ററുകൾക്കിപ്പുറത്ത് മറ്റൊരു സമരപ്പന്തൽ കൂടി ഉയരുകയാണ്. ആവശ്യങ്ങൾ ഒന്നു തന്നെ, അടിസ്ഥാന അവകാശങ്ങൾ ലഭ്യമാക്കണം, ജീവിക്കാനുള്ള വരുമാനം വേണം. ആശമാരുടെ സമരം 37-ാം ദിവസം പിന്നിടുമ്പോഴാണ് തൊട്ടടുത്ത് സമാന ആവശ്യവുമായി അംഗനവാടി തൊഴിലാളികളും സമരത്തിനിറങ്ങിയത്. കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രധാന ആവശ്യം തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണയായി നൽകുക, ESI ആനുകൂല്യം നടപ്പിലാക്കുക തുടങ്ങിയവ. ഒരു മാസത്തിൽ 3 ഗഡുക്കളായിട്ട് ഈ 12,500 രൂപ തരുന്നു. അത് മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് 21,000 രൂപ തന്ന ക്ലാസ് 4 ജീവനക്കാരായി ഞങ്ങളെ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും. ഞങ്ങൾ 45 വർഷമായി ഞങ്ങൾ ഈ ജോലിയിൽ തുടരണം. നല്ല കാലങ്ങളെല്ലാം ഇതിനു വേണ്ടി വിനിയോഗിച്ച് ഞങ്ങൾ പഞ്ചായത്ത് ചെയ്തു തരേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും തന്നെ കിട്ടാനില്ല. കടന്നുപോകുന്നത് ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെയെന്നും അംഗനവാടി ജീവനക്കാർ. ഞങ്ങളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ ബാങ്കുകളെല്ലാം കയറി ഞങ്ങൾ നാണം കെടുകയാണ്. കാരണം ഞങ്ങൾക്ക് തരില്ല. കാരണം നമുക്ക് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല എന്നുള്ളൊരു ഇതിലാണ് അവരങ്ങനെ പറയുന്നത്. ഞങ്ങൾ ആകെപ്പാടെ വിഷമിക്കുകയാണ്. ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല, ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഇത്രയും രൂപയും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ലോ. കുഞ്ഞുങ്ങളുണ്ട്, അവരെ വിദ്യാഭ്യാസം വേണം, ഹോസ്പിറ്റൽ കേസ് വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, ഭർത്താവിന് വന്നാൽ, ഇതിനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അംഗൻവാടി അടച്ചിടുക എന്ന് പറഞ്ഞാൽ കുരുന്നുകളോട് ചെയ്യുന്നൊരു രോഗമല്ലേ. അതുകൊണ്ട് ആദ്യമേ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. തീരുമാനമായില്ലെങ്കിൽ അടച്ചിടുന്നതിനെ കുറിച്ചുകൂടി ചിന്തിക്കുന്നതായിരിക്കും. പിള്ളേരുടെ പാലും മുട്ടയൊന്നും ഒഴിവാക്കാൻ പറ്റിയല്ലോ. അതൊക്കെ നമുക്ക് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, വെള്ളി, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കണ്ടേ. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ തന്നെ മോശമായ രീതിയിൽ. അപ്പോൾ ഇതിനൊരു തീരുമാനം ഇല്ലാതെ അനിശ്ചിതകാലമെങ്കിൽ അനിശ്ചിതകാലം അങ്ങനെ തന്നെ ചെയ്യാനാണ് തീരുമാനം. സമരം ചെയ്യുന്നവരെ കൂടുതൽ ദിവസം തെരുവിലിരുത്തരുതെന്നും സർക്കാർ ആവശ്യങ്ങൾ എത്രയും വേഗം പരിഗണിക്കണമെന്നും സമരപ്പന്തൽ സന്ദർശിച്ച എൽദോസ് കുന്നപ്പള്ളി MLA പ്രതികരിച്ചു. മഹാഭൂരിപക്ഷം ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഏറ്റവും താഴെ തടിയിൽ വലിയ ജോലി ചെയ്യുന്ന സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നിരുന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റിനുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള ഒരു മര്യാദ ഉള്ള ഒരു തുക കൂടി അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് സൂചിപ്പിക്കാനുള്ളത്. ഈ കാര്യം ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനിയും അവതരിപ്പിക്കും. അതിനിടെ സമരത്തിനിറങ്ങുന്ന തൊഴിലാളികൾക്ക് ഓണറേറിയം നൽകില്ലെന്നും അംഗനവാടിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കാണിച്ച് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കി. അംഗനവാടി ജീവനക്കാരാണ് ഇവർ, ഇങ്ങനെ സമരമിരിക്കേണ്ടവരല്ല എന്നുള്ളതും ഉറപ്പാണ്. ആവശ്യങ്ങൾ എപ്പോൾ സർക്കാർ പരിഗണിക്കുമെന്നത് തന്നെയാണ് ചോദ്യം. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്നതിനിടയിലാണ് സമീപത്ത് തന്നെ സമാന സ്വഭാവമുള്ള ഒരാവശ്യവുമായി ഈ അംഗനവാടി വർക്കേഴ്സും പെൻഷനേഴ്സും സമരത്തിന് എത്തുന്നത്. സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ സമരം. അതിനോട് സർക്കാരിൻ്റെ സമീപനം എന്തായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം.